എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ യാദൃശ്ചികമായി ചിലത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ പൂക്കളം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകണമെന്ന് കരുതിയ ഒരു കാര്യം ഉണ്ടാകുകയാണ്. അത് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കും. ജീവിതത്തിൽ ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ മോഹിച്ചിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാകുകയാണ്. അത് സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്നു, കുറേ നാളുകളായി കാത്തിരിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റിമറിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആഘോഷം അതിൻ്റെ ചുവടെ ഉണ്ടാകും. അതായത് ജീവിതത്തിൽ ആഘോഷിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ കൃത്യമായ നിലപാടെടുത്ത് ജീവിതത്തിൽ ആഘോഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വസ്തുതയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ നല്ലൊരു ആഘോഷം നടക്കുകയായിരിക്കും. നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ചൊരു കാര്യം അത് നടക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പല കാലങ്ങളിലും അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പല കാലങ്ങളിലും അതിന് ഒരുപാട് വ്യക്തികളും തടസ്സം വെച്ചിരുന്നു. അങ്ങനെയുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും മാറി നിങ്ങളുടെ ആഗ്രഹപ്രകാരം അത് നടക്കുകയാണ്. ഇതിനു മുൻപ് ഇതേ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ദുഃഖമായിരുന്നു ആ കാര്യം നടക്കാതിരുന്നപ്പോൾ. മറ്റുള്ളവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാകുകയും നിങ്ങൾ മാത്രം പിന്നോക്കം പോയപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് വല്ലാത്തൊരു വിഷമമായി കിടന്നു. ഒട്ടും സഹിക്കാൻ കഴിയാത്ത, ഒട്ടും മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത്തരമൊരു വിഷയം, ഇത്തരമൊരു ലക്ഷ്യ നേടൽ അത് നിങ്ങളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും. കാരണം നിങ്ങൾ ഒരിക്കൽ പ്രതീക്ഷിച്ചൊരു കാര്യം, നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചൊരു കാര്യം അത് വൈകിയാണ് നടക്കുന്നത്. നിങ്ങളുടെ തന്നെ പ്രതീക്ഷ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ദിവസം അതൊക്കെ യാഥാർത്ഥ്യമാകുന്നു. മുൻപേ നടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ അതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് നിങ്ങൾക്ക് ആ കാര്യത്തിൻ്റെ ഗുണം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുൻപേ നടക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. വളരെ പോസിറ്റീവായിട്ട്, വളരെ ആഗ്രഹത്തോടെ, വളരെ ചൈതന്യത്തോടെ ആ കാര്യങ്ങൾ സംഭവിക്കുകയാണ്, യാഥാർത്ഥ്യമാകുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ആഘോഷമായി മാറുന്നു, വലിയ തരത്തിലുള്ള സന്തോഷമായി മാറുന്നു. ജീവിതത്തിൽ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും രണ്ടാമത്തെ ഫയലിനെ കുറിച്ചാണ് നാം പറയുന്നത്. പ്രണയമാണ് ഇവിടെ വിഷയം. കുറേ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രണയം, കുറേ കാലമായി നിങ്ങൾ ഒരു വ്യക്തിയെ ആഗ്രഹിച്ച് നടക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലൊന്ന് കയറിപ്പറ്റണം, ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറേ സഞ്ചരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ജീവിതത്തിൽ വളരെ പോസിറ്റീവായ, വളരെ ഇഷ്ടത്തോടെയുള്ള ആ ഒരു കാലഘട്ടം കടന്നുപോയി. നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമായി. നിങ്ങൾക്ക് ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, നിങ്ങളോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും നിങ്ങളെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ തയ്യാറാകാത്ത ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ വൈകിയ വേളയിലാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്, എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഒട്ടും വൈകിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അന്നൊക്കെ ആ വ്യക്തി സ്നേഹിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരാൻ വൈകിയതിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, നിങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉണ്ടാകുന്നു, വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. നിങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങളെ സ്നേഹിക്കാനും മാത്രമായി ആ വ്യക്തി തയ്യാറായിട്ട് വരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, പ്രണയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്.
അത്രത്തോളം നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല, അത്രത്തോളം നിങ്ങൾ ആരെയും ആഗ്രഹിച്ചിട്ടില്ല. ആ വ്യക്തി വരാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കാത്തിരുന്നതിൻ്റെ കാത്തിരിപ്പ് എത്രയോ വലുതായിരുന്നു. പലരും നിങ്ങളെ പുച്ഛിച്ച് തള്ളി. നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ കിട്ടില്ല, ലഭിക്കില്ല, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കില്ല, നിങ്ങളെ മനസ്സിലാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. അവരുടെ മുമ്പിലൂടെ ആ വ്യക്തി നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു. മരവിച്ചു പോയ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ മനസ്സ് പൂത്ത് ഉലയുകയാണ്. ഒരുപാട് മുറിവുകൾ സമ്മാനിച്ചതിന് ശേഷം, ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ചതിന് ശേഷം ആ വ്യക്തി തിരിച്ചു വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രണയ വിജയമാണത്. നിങ്ങളുടെ പ്രണയത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ നിർജീവമായി പോയി എന്ന് നിങ്ങൾ കരുതിയ ആ പ്രണയത്തിൻ്റെ തന്തുക്കൾ വീണ്ടും ഉണരുകയാണ്. ആ വ്യക്തി തിരിച്ചു വരികയാണ്. നിങ്ങളെ സ്നേഹിക്കുകയാണ് ആ വ്യക്തി. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചിട്ടും എന്നെ ഉൾക്കൊള്ളാത്ത, സ്നേഹിക്കാത്ത വ്യക്തി ഇപ്പോഴെങ്ങനെ വരുന്നു? അതൊരു ഭാഗ്യമാണ്, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സൗഭാഗ്യമാണ്. വൈകിയാണെങ്കിൽ ആ വ്യക്തി എത്തിച്ചേരുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.